ഹായ് എവരി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. നമ്മുടെ കഴിഞ്ഞ സെറ്റ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടുകൊണ്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത സീരീസ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മളൊന്ന് ഫെമിലിയർ ആണ് അല്ലേ? അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അങ്ങ് വണ്ടർ അടിച്ചു പോകും. നമുക്ക് മനസ്സിലാവില്ല, അയ്യോ ഞാനിത് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എനിക്ക് എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്താ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ പല വിഷയങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ പ്രീവിയസ് ഇയർ അപ്പോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ തന്നെ അടുത്ത സെറ്റ്, ഓക്കെ, ആ സീരീസിലെ രണ്ടാമത്തെ ക്ലാസ്സുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇൻ വിച്ച് കോണ്ടിനെന്റ് ഈസ് ലേക്ക് ടിറ്റിക്കാക്ക ലൊക്കേറ്റഡ്? ഇൻ വിച്ച് കോണ്ടിനെന്റ് ഈസ് ലേക്ക് ടിറ്റിക്കാക്ക ലൊക്കേറ്റഡ് എന്നാണ്. എവിടെയാണ് ലേക്ക് ടിറ്റിക്കാക്ക ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ വ്യക്തമായിട്ട് നമ്മൾ ബ്രാക്കിഷ് വാട്ടറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ബ്രാക്കിഷ് വാട്ടറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഫ്രഷ് വാട്ടർ ലേക്ക് അഥവാ ശുദ്ധജല തടാകത്തിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ആണെന്ത്? ലേക്ക് ടിറ്റിക്കാക്ക എന്ന് പറയുന്നത്. ഓക്കെ, വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ആണ് ലേക്ക് ടിറ്റിക്കാക്ക എന്ന് പറയുന്നത്. എവിടെയാണ്? സൗത്ത് അമേരിക്കയിലാണ്. സൗത്ത് അമേരിക്കയിലാണ് എന്ത്? ലേക്ക് ടിറ്റിക്കാക്ക. ഇത് എന്ത് കൂടിയാണ്? ഒരു റാംസർ സൈറ്റ് കൂടിയാണ്. RAMSAR കേട്ടോ. റാംസർ സൈറ്റ് കൂടിയാണ് എന്ത്? ഈ ലേക്ക് ടിറ്റിക്കാക്ക എന്ന് പറയുന്നത്. എന്താ റാംസർ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് ചതുപ്പ് നിലങ്ങൾ അഥവാ വെറ്റ്ലാൻഡ്സ് എന്ന് പറയും. ഓക്കെ, ഒരുപാട് ആനിമൽസിന്റെയോ അല്ലെങ്കിൽ ഒരുപാട് പ്ലാന്റ് സ്പീഷീസിന്റെയോ ഒരുപാട് ബേർഡ്സിന്റെയോ ഒക്കെ എന്തായിരിക്കും? ഒരു എക്കോ സിസ്റ്റം ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോ ഈ പ്ലാന്റ് കൺസർവേഷൻ അല്ലെങ്കിൽ നേച്ചർ കൺസർവേഷന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ആൾക്കാരോ അങ്ങനത്തെ സൊസൈറ്റീസോ അങ്ങനത്തെ കമ്മീഷൻസ് ഒക്കെ എന്ത് ചെയ്യും? അങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് അവരതിനെ കൺസർവ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താ, ഒരു എക്സ്റ്റേണൽ ഫാക്ടറോ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങോ മനുഷ്യന്മാരൊന്നും എന്ത് ചെയ്യില്ല, അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയിട്ട് അവരുടെ എക്കോസിസ്റ്റം തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തില്ല. ഓക്കെ, അത് കൺസർവേഷനിൽ പെട്ട ഏരിയ ആണ്, അല്ലെങ്കിൽ അതൊരു സംരക്ഷിക്കപ്പെട്ട ഏരിയ ആണെന്ന് പറഞ്ഞാൽ എന്താ, ഒരു മൂന്നാമതൊരു ഫാക്ടർ വന്ന് അതിനെ അറ്റാക്ക് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവർ അതിനെ ചേർത്ത് നിർത്തി കൺസർവ് ചെയ്യും. അതിനാണ് എന്ത് പറയാ? റാംസർ സൈറ്റ് എന്ന് പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് ഏതാ? സുന്ദർബൻസ് ആണ് കേട്ടോ. സുന്ദർബൻസ് ആണ് ഏറ്റവും വലിയ ചതുപ്പ് നിലം അല്ലെ കണ്ടൽക്കാടുകൾ. സുന്ദർബൻസ് ആണെന്ന് റാംസർ സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലേക്ക് ടിറ്റിക്കാക്ക എവിടെ ലൊക്കേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്? സൗത്ത് അമേരിക്കയിലാണ്. എന്താണ്? റാംസർ സൈറ്റ് ആണ്. ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ആണ്. എവിടെ? വേൾഡിൽ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ആണോ? സൗത്ത് അമേരിക്കയിലെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ആണ്. ഓക്കെ, ബ്രാക്കിഷ് വാട്ടർ കണ്ടാലാണ് ഫ്രഷ് വാട്ടറിലേക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതിന് എന്ത് ചെയ്യുക? ഫസ്റ്റ് സീരീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഫസ്റ്റ് സീരീസ് ഒന്ന് എടുത്ത് കണ്ടു നോക്കുക. ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ സൗത്ത് അമേരിക്ക ആണെന്ത്? ലേക്ക് ടിറ്റിക്കാക്ക എന്ന് പറയുന്നത്. ഇതൊരു റാംസർ സൈറ്റ് ആണ്. അവിടെ എന്താണ് ഈ പറയുന്ന ബേർഡ്സിന്റെയും വാട്ടർ ബേർഡ്സിന്റെയും ഓക്കെ, വെള്ളത്തിൽ ജീവിക്കുന്നതെങ്കിൽ വാട്ടർ ബേർഡ്സിന്റെ ഒരു സെറ്റ് ഓഫ് പോപ്പുലേഷൻ അവിടെ എന്താണ് ഏറ്റവും കൂടുതലാണ്. അതുകൊണ്ട് ലേക്ക് ടിറ്റിക്കാക്ക സൗത്ത് അമേരിക്കയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാണ്. വൈറ്റ് റവല്യൂഷൻ ഈസ് റിലേറ്റഡ് വിത്ത്. വൈറ്റ് റവല്യൂഷൻ ഈസ് റിലേറ്റഡ് വിത്ത്. എക്കണോമിക്സിന്റെ ക്ലാസ്സുകളിൽ നമ്മൾ വ്യക്തമായിട്ട് ഈ റവല്യൂഷൻസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും എന്താണ് ക്രോപ്സുമായി ബന്ധപ്പെട്ട റവല്യൂഷൻ. എന്താണ് ക്രോപ്സുമായി ബന്ധപ്പെട്ട റവല്യൂഷൻ? ഗ്രീൻ റവല്യൂഷൻ അല്ലെ? അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട റവല്യൂഷൻ എന്താണ്? ഗ്രീൻ റവല്യൂഷൻ ആണ്. ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ ആരാണ്? MS സ്വാമിനാഥൻ ആണ്. ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ ആരാണ്? MS സ്വാമിനാഥൻ ആണ്. അതല്ലാതെ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്? നോർമൻ ബോർലാങ്. ഓക്കെ, നോർമൻ ബോർലാങ്. എഴുതിയത് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, നോർമൻ ബോർലാങ്. ഓക്കെ, അപ്പോ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ആരാണെന്ന് വെച്ചാൽ നോർമൻ ബോർലാങ് ആണ്. ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ ആരെന്ന് ചോദിച്ചാൽ എന്റെ ആൻസർ എന്താണ്? MS സ്വാമിനാഥൻ ആണ്. ഓക്കെ, അപ്പൊ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ക്രോപ്സ് ആണ്. ശരി, ഇനി ഫിഷുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും റവല്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടോ? യെസ്, ബ്ലൂ റവല്യൂഷൻ ആണ് എന്ത്? ഫിഷുമായി ബന്ധപ്പെട്ട റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി എഗ് എന്താണ്? സിൽവർ റവല്യൂഷൻ. എഗ്ഗും എന്താ? വൈറ്റ് കളറിലാണ് അല്ലെ? അപ്പൊ നമുക്ക് ചിലപ്പം ആൻസർ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ മിൽക്കും എഗ്ഗും തമ്മിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എഗ് എന്താണ്? സിൽവർ റവല്യൂഷൻ ആണ്. മിൽക്ക് എന്ന് പറയുന്നത് എന്താണ്? വൈറ്റ് റവല്യൂഷൻ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? മിൽക്ക്. വൈറ്റ് റവല്യൂഷൻ ഈസ് റിലേറ്റഡ് വിത്ത് എന്താണ്? മിൽക്ക്. ഓക്കെ, നമ്മൾ ഈ ഒരു സ്ലൈഡിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഗ്രീൻ റവല്യൂഷൻ എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ ക്രോപ്സ് ആണ്. ബ്ലൂ റവല്യൂഷൻ എന്ന് വെച്ചാൽ ഫിഷ് ആണ്. വൈറ്റ് റവല്യൂഷൻ എന്ന് വെച്ചാൽ മിൽക്കിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. സിൽവർ റവല്യൂഷൻ എന്ന് വെച്ചാൽ എഗ്ഗിന്റെ അഥവാ പൗൾട്രി പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ,
ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ആരാന്ന് വെച്ചാൽ നോർമൻ ബോർലാങ് ആണ് ആൻസർ വരിക. ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ ആരെന്ന് ചോദിച്ചാൽ MS സ്വാമിനാഥനാണ് ആൻസർ. ഓക്കെ, ശരി. ആൻസർ ഒന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? മിൽക്ക് ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അൺഎംപ്ലോയ്മെന്റ് ജനറലി ഫൗണ്ട് ഇൻ അഗ്രികൾച്ചർ സെക്ടർ. ഏത് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ് അഗ്രികൾച്ചർ സെക്ടറിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്? അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ് അഗ്രികൾച്ചർ സെക്ടറിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്? ഓക്കെ, ഇനി എന്താണ് ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന 4 ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്? ഒരുപാട് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണത് വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയും. ഓപ്ഷൻ എ വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ആണ്. അത് എന്താണ് വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ? അതായത് ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് കരുതാം. ഓക്കെ, എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ എന്താ, ഞാൻ വർക്ക് ചെയ്യാൻ വില്ലിങ് അല്ല. ഓക്കെ, അതെന്താണ്? ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ എന്താണ്, ഞാൻ വർക്ക് ചെയ്യാൻ വില്ലിങ് അല്ല. അതാണ് എന്ത്, വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ എന്തല്ല, വർക്ക് ചെയ്യാൻ ഞാൻ വില്ലിങ് അല്ല. അതാണ് എന്ത്, വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇനി സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീസണിൽ, ഓക്കെ, പല പല സീസണിൽ എന്താണ്, പല പല ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റുകൾ ഉണ്ടാവും. അതിനെയാണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം അഗ്രികൾച്ചറിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചറിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ വരുന്നപ്പോഴാണ്, അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ ഏറ്റവും കൂടുതൽ വർക്ക് വരുന്നപ്പോഴാണ് ഒന്നെങ്കിൽ സോയിങ് സീസൺ, അതല്ലെങ്കിൽ ഹാർവെസ്റ്റിംഗ് സീസൺ, അല്ലെ? ഈ സോയിങ്ങിനും ഹാർവെസ്റ്റിങ്ങിനും കഴിഞ്ഞിട്ടൊരു പീരീഡ് ഉണ്ടാവുമല്ലോ. ഈ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ് കുറച്ചു കാലം ആ ഒരു പരിസരം തരിശു ഭൂമിയായിട്ട് കിടക്കും, അതല്ലെങ്കിൽ ആ ഒരു പരിസരത്ത് പ്രത്യേകിച്ച് കൃഷിയൊന്നും നടക്കാതിരിക്കും. ആ സമയത്ത് അവിടെ ജോലി എടുക്കുന്നവർ എന്ത് ചെയ്യും? അവർക്ക് ജോലി ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്താ, ആ അഗ്രികൾച്ചർ സീസണിൽ മാത്രമാണ് എന്തുണ്ടാവുക, ഈ പറയുന്ന എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ആവുക. അപ്പൊ എന്താ, ഓഫ് സീസണിൽ അതൊരു സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സീസണൽ അൺഎംപ്ലോയ്മെന്റ് ആണ്. ഇനി എന്താണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ? അതായത് എക്കണോമിക്ക് പല പല വശങ്ങളുണ്ട്, അല്ലെ? 3 ടൈപ്പ് ഓഫ് സെക്ടേഴ്സ് ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറഷറി. ഈ 3 സെക്ടറുകളിലും എന്താ, പല പല ടൈപ്പ് ഓഫ് ഡിജിറ്റൽ അല്ലെങ്കിൽ ടെക്നിക്കൽ അഡ്വാൻസ്മെന്റുകൾ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെ? അതായത് എക്കണോമിന്റെ സ്ട്രക്ചറിൽ ചേഞ്ച് വരും. എക്കണോമിക് സ്ട്രക്ചറിൽ എന്ത് വരും? ചേഞ്ചസ് വരും. ആ ചേഞ്ചസ് വരുന്ന സമയത്ത് എന്താണ്, ജോലി നഷ്ടപ്പെടും. അതിനാണ് എന്ത് പറയാ, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അതായത് എക്കണോമിയുടെ സ്ട്രക്ചറിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ അതാണ് എന്ത്, ഈ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഒരു സ്ഥാപനത്തില് 10 പേരെ വർക്കിന് ആവശ്യമുണ്ട്. ഓക്കെ, 10 പേരെ വർക്കിന് ആവശ്യമാണ്. 10 പേരിൽ കൂടുതൽ, അതായത് 12 ആൾക്കാരോട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. അപ്പൊ അവിടെ എന്താ, 2 ആൾക്കാർ എന്താ അവിടെ ശരിക്കും ആവശ്യമില്ല, അല്ലെ? 10 ആൾക്കാരാണ് ശരിക്കും റിക്വയർഡ്, പക്ഷെ എന്താ, അവിടെ 12 പേര് എംപ്ലോയിഡ് ആണ്, 2 പേര് എന്താ അവിടെ എക്സസ് ആണ്. അപ്പൊ ആ 2 പേർക്ക് എന്താണ്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. അതായത് റിക്വയർഡ് അമൗണ്ടിനെക്കാളും കൂടുതൽ ആൾക്കാരോട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, അപ്പോ ഈ അൺഎംപ്ലോയ്മെന്റ് ജനറലി ഫൗണ്ട് ഇൻ അഗ്രികൾച്ചർ സെക്ടർ, ഏത് ഫീൽഡിലാണ് കൂടുതലും, ഏത് അൺഎംപ്ലോയ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ സെക്ടറിൽ കണ്ടുവരുന്നതാണ് ചോദിക്കുന്നത്? ആൻസർ വരുന്നത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഓപ്ഷനിൽ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. സീസണൽ ആണോ ഡിസ്ഗൈസ്ഡ് ആണോ? ഓക്കെ, സീസണൽ ആണോ ഡിസ്ഗൈസ്ഡ് ആണോ? ഡിസ്ഗൈസ്ഡ് ആയതിന്റെ റീസൺ ഞാൻ പറഞ്ഞു തരാം. അതായത് ഇപ്പൊ അഗ്രികൾച്ചർ ഒക്കെ കൂടുതലും ഫാമിലി പരമായിട്ട് ചെയ്യുന്ന വർക്കായിരിക്കും, അല്ലെ? ആ ഒരു ഫാമിലിക്ക് അഗ്രികൾച്ചർ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ ഫാമിലി അഗ്രികൾച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ, ആ ഫാമിലി കംപ്ലീറ്റ് മിക്കവാറും എന്തായിരിക്കും, അഗ്രികൾച്ചറിലൂടെ ജീവിച്ചു പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ കൃഷിയിലൂടെ ജീവിതമാർഗം കണ്ടെത്തുന്നവരായിരിക്കും, അല്ലെ? അപ്പൊ എന്താ, അത് ഡിസ്ഗൈസ് അൺഎംപ്ലോയ്മെന്റ്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു അച്ഛനും അമ്മയും, അവർക്ക് ഒരു 10 മക്കളുണ്ടെന്ന് കരുതുക. ഈ 10 മക്കളിൽ ശരിക്കും 8 ആൾക്കാർ മാത്രമേ കൃഷിക്ക് ആവശ്യമുള്ളൂ എങ്കിൽ എന്താ, അവിടെ 2 പേര് എക്സസ് ആണ്, അല്ലെ? അപ്പൊ എന്താ, ഈ 2 പേർക്ക് വേറെ പുറത്ത് ജോലി തേടി പോകാനും വയ്യ, മറിച്ച് എന്താണ്, ഈ കൃഷിയിടത്തിൽ തന്നെ കൃഷി ചെയ്തേ പറ്റൂ. അപ്പൊ അതെന്താ, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അഗ്രികൾച്ചർ സെക്ടറിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണെന്ന് പറയാനുള്ള റീസൺ. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഫെമിലിയർ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ആയി പോയേക്കാം. അതായത് അയ്യോ ഞാനത് കേട്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അയ്യോ ഈ ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പ് ഓഫ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണോ വരുന്നത്, ഇങ്ങനത്തെ ഈ ഒരു സെക്ഷൻ ഞാൻ തൊട്ടിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ ഞാൻ പഠിച്ചു പോയിട്ടില്ല, എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിശ അക്കാഡമിനെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. അതായത് നമുക്ക് SSGDക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ഓൺലൈൻ കോഴ്സ് വരുന്നുണ്ട്.
ഓക്കെ, SSGDക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഓൺലൈൻ കോഴ്സാണ്. എന്താണ് 8075753676 എന്ന നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് SSGDക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രാക്ക് കിട്ടുന്നില്ല, സിലബസിന് ട്രാക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എവിടുന്ന് പഠിച്ചു തുടങ്ങണമെന്ന് നിങ്ങൾക്ക് അറിയില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിശ അക്കാഡമിനെ കോൺടാക്ട് ചെയ്യുക. നമ്പർ താഴെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ മടിക്കരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. വെൻ ഈസ് എർത്ത് ഡേ സെലിബ്രേറ്റഡ്? വെൻ ഈസ് എർത്ത് ഡേ സെലിബ്രേറ്റഡ്? 22nd April, 22nd March, 10th January and 8th October. ഇതിൽ ഏതാണ് എർത്ത് ഡേ എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ആൻസർ ഒന്നേ ഉള്ളൂ, 22nd April. 22nd ഏപ്രിലാണ് എന്ത് ചെയ്യുക, എർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുക. ഏപ്രിലിലെ കുറച്ച് അധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ദിവസങ്ങളുള്ളതാണ്. April 7th എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഡേ ആണ്. April 7th എന്ന് പറയുന്നത് എന്താണ്? വേൾഡ് ഹെൽത്ത് ഡേ ആണ്. ഇനി April 18th എന്ന് പറയുന്നത് എന്താ? വേൾഡ് ഹെറിറ്റേജ് ഡേ ആണ്. April 18th എന്ന് പറയുന്നത് വേൾഡ് ഹെറിറ്റേജ് ഡേ ആണ്. ഇനി April 21st ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. SSGD പോയിന്റ് ഓഫ് വ്യൂല് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് April 21st ആണ്. എന്താണ്? നാഷണൽ സിവിൽ സർവീസ് ഡേ. നാഷണൽ സിവിൽ സർവീസ് ഡേ ആണെന്ത്? April 21 എന്ന് പറയും, നാഷണൽ സിവിൽ സർവീസ് ഡേ. ഇനി April 29th ലാസ്റ്റ് വൺ ആണ്, അതെന്താണ്? വേൾഡ് ഡാൻസ് ഡേ ആണ്. ഓക്കെ, സോ April 7th എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഡേ ആണ്. April 18th എന്ന് പറയുന്നത് വേൾഡ് ഹെറിറ്റേജ് ഡേ ആണ്. April 21st എന്ന് പറയുന്നത് നാഷണൽ സിവിൽ സർവീസ് ഡേ ആണ്. April 22nd എന്താണ്? എർത്ത് ഡേ ആണ്. April 29th എന്ന് പറയുന്നത് വേൾഡ് ഡാൻസ് ഡേ. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 22nd of April. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വാസ് ഫോട്ട് ബിറ്റ്വീൻ? ആദ്യത്തെ പാനിപ്പത്ത് യുദ്ധം ആര് തമ്മിലാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആരൊക്കെ തമ്മിലാണ് ആദ്യത്തെ പാനിപ്പത്ത് യുദ്ധം നടന്നിരുന്നത്? ഓക്കെ, ഈ അക്ബർ ആൻഡ് ഹെമു, മുഗൾ ആൻഡ് ബ്രിട്ടീഷ്, ബാബർ ആൻഡ് ലോധി, മറാത്താസ് ആൻഡ് അഫ്ഗാൻ. ഇപ്പൊ നിങ്ങൾ ഹിസ്റ്ററി തൊടാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഓപ്ഷൻ കണ്ട ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓപ്ഷൻ കണ്ടാൽ നമുക്ക് വേഗം കത്തില്ല അല്ലെ, ഏതായിരിക്കും ആൻസർ, അല്ലെങ്കിൽ ഇവരൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ, ഇതിൽ ഏതാണ് ഞാൻ ഓപ്ഷൻ ആയിട്ട് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നേക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ യുദ്ധങ്ങളെ പറ്റിയിട്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഹിസ്റ്ററി പഠിച്ചില്ലെങ്കിലും ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് ബുക്സർ, ബാറ്റിൽ ഓഫ് പ്ലാസി, ഈ യുദ്ധങ്ങളെ പറ്റിയിട്ടൊക്കെ ആരൊക്കെ തമ്മിലാണ്, ഏത് കാലഘട്ടത്തിലാണ്, എന്തായിരുന്നു അതിന്റെ റീസൺ, അതിൽ ആരാണ് ജയിച്ചത്, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു റീസണബിൾ ആയിട്ട് നമ്മുടെ സൈഡ് ഓഫ് ഒരു പാരലൽ ലെവൽ പ്രിപ്പറേഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻസിലുള്ളവർക്ക് ഏതൊക്കെ യുദ്ധങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും യുദ്ധങ്ങളിൽ ഇവർ പങ്കാളികളായിട്ടുണ്ടോ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? ഈ മറാത്താസ് ആൻഡ് അഫ്ഗാനി എന്ന് പറയുന്നത് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ഓക്കെ, മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിലായിരുന്നു ഇവര് രണ്ടുപേരും, അതായത് അഫ്ഗാനിലെ കുറച്ച് കിങ്സും അതുപോലെ തന്നെ മറാത്ത കിങ്സും എന്താണ്, മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിലാണ് ഇവർ രണ്ടുപേരും ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത്. അതിലെന്താണ്, മറാത്താസ് ഡിഫീറ്റ് ചെയ്യപ്പെട്ടു, അഫ്ഗാനികള് ജയിച്ചു. ഓക്കെ, മറാത്താസ് ഡിഫീറ്റ് ചെയ്യപ്പെട്ടു, എന്താണ്, അഫ്ഗാനികൾ ജയിച്ചു. എന്താണ്, മൂന്നാം ലോക മഹായുദ്ധം അല്ലെ. ഇനി അക്ബർ ആൻഡ് ഹെമു എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധമാണ്. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് കേട്ടോ, ചെറിയൊരു മിസ്റ്റേക്ക് എന്താണ്, സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ആണ് എന്ത്, അക്ബർ ആൻഡ് ഹെമു എന്ന് പറയുന്നത്. ആരായിരുന്നു? മറാത്താസ് ആൻഡ് അഫ്ഗാനി. തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ആയിരുന്നു. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വരുന്നത് അക്ബർ ആൻഡ് ഹെമു ആണ്. കാലഘട്ടം ഓർത്തിരിക്കുക, 1556 സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഉണ്ടായി. ഇനി നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ബാക്കിയുള്ളത്, ഒന്ന് ബാബർ ആൻഡ് ലോധിയും മറ്റൊന്ന് മുഗൾ ആൻഡ് ബ്രിട്ടീഷും. ഈ ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഏകദേശം 1500കളിലാണ് നടക്കുന്നത് അല്ലെ, എക്സാക്ട് വർഷമല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുന്നതാണ്. ഏകദേശം 1500കളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വരുന്നത് അല്ലെ. കറക്റ്റ് വർഷം പറയുകയാണെങ്കിൽ 1526ലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് യുദ്ധം വരുന്നത്. ഈ ബാറ്റിൽ ഓഫ് പാനിപ്പത്തിലെ സമയത്ത് ബ്രിട്ടീഷുകാരോ മുഗളുകാരോ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ 1500ഉം മുഗളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾ പറയുമായിരിക്കും ചിലപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പല്ലേ, അതല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ആവുന്ന സമയത്തല്ലേ എന്നൊക്കെ. പക്ഷെ എന്താ, അവർ തമ്മിൽ ബ്രിട്ടീഷുകാരും മുഗൾസും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ആവുന്നില്ല. അപ്പൊ എന്തല്ല, ഈ മുഗൾസും ബ്രിട്ടീഷും നമ്മുടെ ആൻസർ അല്ല.
ഓക്കെ, മുഗൾസും ബ്രിട്ടീഷും നമ്മുടെ ആൻസർ അല്ല, മറിച്ച് എന്താണ്, ഈ ബാബറും ലോധിയാണ് നമ്മുടെ ആൻസർ. ബാബർ എന്ത് ചെയ്തു, 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വരുന്നത്. ബാബർ ഡിഫീറ്റഡ് ലോധി. അതെന്താണ്, ബാബർ ജയിച്ചു. ഓക്കെ, ലോധി എന്ത് ചെയ്തു, ഡിഫീറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ മുഗൾ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ആവുന്നത്. ഓക്കെ, ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിന്റെ റിസൾട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മുഗൾ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ആവുന്നത്. എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആരാണ്, മുഗൾ ചക്രവർത്തിയായ ബാബർ ആണ്. ബാബർ ജയിച്ചു, ലോധി അല്ലെ, ലോധി എന്ത് ചെയ്യാണ്, ഡിഫീറ്റ് ചെയ്യപ്പെടുകയാണ്. കാലഘട്ടം ഓർത്തിരിക്കുക, 1526. രണ്ടാം ലോക മഹായുദ്ധം 1556 ബിറ്റ്വീൻ അക്ബർ ആൻഡ് ഹെമു. ഹെമുവിന്റെ ഒറിജിനൽ പേരൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നമ്മളിപ്പം പറയുന്നില്ല, എന്തായാ നിങ്ങളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, ഇനി മറാത്താസ് ആൻഡ് അഫ്ഗാനി എന്താണ്, തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ആണ്. അഫ്ഗാനിസ് ജയിക്കുകയാണ്, അവിടെ മറാത്ത കിങ്സ് ഡിഫീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരുന്നു, ബാബർ ആൻഡ് ലോധിയാണ് ആദ്യത്തെ പാനിപ്പത്ത് യുദ്ധത്തില്, അതായത് ആദ്യത്തെ പാനിപ്പത്ത് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, ബാബർ ആൻഡ് ലോധി. അടുത്ത ക്വസ്റ്റ്യൻ, ബാറ്റിൽ ഓഫ് ബുക്സർ, വീണ്ടും യുദ്ധം അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹിസ്റ്ററിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, ഈ പറഞ്ഞ യുദ്ധങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ബാറ്റിൽ ഓഫ് ബുക്സർ ആരൊക്കെ തമ്മിലായിരുന്നു, അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് ഈ പറയുന്നത് ബാറ്റിൽ ഓഫ് ബുക്സർ ഉണ്ടായിരുന്നത്. ഓക്കെ, ബാറ്റിൽ ഓഫ് ബുക്സർ ഉണ്ടായിരുന്നത് 1764. 1764 ആരൊക്കെ തമ്മിലായിരുന്നു ബാറ്റിൽ ഓഫ് ബുക്സർ എന്ന് പറയുന്നത്. മുൺട്രോ എന്ന് പറയുന്ന വ്യക്തി, ഓക്കെ, മുൺട്രോ എന്ന് പറയുന്ന വ്യക്തിയും പിന്നെ മൂന്നാൾക്കാർ ഒരുമിച്ച് ഒരു ടീമായിരുന്നു. ഫസ്റ്റത്തെ ആള് മിർ ഖാസിം ആയിരുന്നു, പിന്നെ ഷുജാഉദ് ദൗള എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു രണ്ടാമനായിട്ട്, പിന്നെ ഷാ ആലം രണ്ടാമൻ. ഈ മൂന്ന് വ്യക്തികളും എന്തായിരുന്നു, ഒരു സിംഗിൾ ടീമായിരുന്നു. ഓപ്പോസിറ്റ് നിന്നിരുന്ന ആരാണ്, മുൺട്രോ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇവർ രണ്ടുപേരും തമ്മിലായിരുന്നു ബാറ്റിൽ ഓഫ് ബുക്സാർ ഉണ്ടായിരുന്നത്. കാലഘട്ടം ഓർത്തിരിക്കുക, എന്താണ്, 1764. ബംഗാളിന്റെ കംപ്ലീറ്റ് ജൂറിസ്ഡിക്ഷൻ, അല്ലെങ്കിൽ ബംഗാളിന്റെ കംപ്ലീറ്റ് കൺട്രോള് ഇവർക്ക് കിട്ടണം എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം. ബംഗാളിന്റെയും അതുപോലെ തന്നെ ബീഹാറിന്റെയും കംപ്ലീറ്റ് കൺട്രോള് ഇവർക്ക് കിട്ടണം എന്നായിരുന്നു ഇവരുടെ ഉദ്ദേശം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കാലഘട്ടം ഓർത്തിരിക്കുക, 1764. യുദ്ധങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അതായത് ഹിസ്റ്ററി നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരുപാട് യുദ്ധങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്. ഈ യുദ്ധങ്ങളൊക്കെ അതവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ അത് പിന്നീട് പഠിക്കാം, ആൾക്കാരുടെ പേര് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാലഘട്ടം പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ച് ഒന്നും ചെയ്യരുത്. ഒരിക്കലും അത് മിസ് ഔട്ട് ചെയ്യോ മാറ്റി വെക്കുകയോ ചെയ്യരുത്. യുദ്ധത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ 2 ക്വസ്റ്റ്യൻ തന്നെ ഇപ്പൊ കണ്ടു അല്ലെ. ആ 2 ക്വസ്റ്റ്യൻ നമ്മൾ ആകെ 10-15 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ 15 ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കാവുന്ന ഒരു ഏരിയ ആണ് ഹിസ്റ്ററിയിലെ ഈ പറയുന്ന വാർസ്, അതല്ലെങ്കിൽ യുദ്ധങ്ങൾ, ബാറ്റിൽസ്. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുന്ന മുമ്പ് നമ്മൾ ആൻസർ ഒന്നുകൂടി പറയാണ്, 1764. ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, 2 തവണ SSGD മാത്രം ചോദിച്ചിട്ടുണ്ട്. ഹൂ ഇൻവെന്റഡ് ഹോട്ട് എയർ ബലൂൺ? നമുക്ക് 4 ഓപ്ഷൻസ് ആണെന്നത്, റൈറ്റ് ബ്രദേഴ്സ്, മോണ്ട്ഗോൾഫർ ബ്രദേഴ്സ്, ലിസിറ്റ്സൺ ബ്രദേഴ്സ് ആൻഡ് വോൾട്ടൺ ബ്രദേഴ്സ്. ഈ ലിസിറ്റ്സൺ ബ്രദേഴ്സും വോൾട്ടൺ ബ്രദേഴ്സും നമ്മൾ കേട്ടിരിക്കുന്ന പേരുകളാണ്, അല്ല, നമുക്കധികം ഫെമിലിയർ അല്ല. പക്ഷെ റൈറ്റ് ബ്രദേഴ്സ് എന്താ, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേരാണ്. എന്താണ്, എയറോപ്ലെയിൻ അല്ലെ. എയറോപ്ലെയിൻ കണ്ടുപിടിച്ചത് ആരാ, റൈറ്റ് ബ്രദേഴ്സ് ആണ്. 2 വ്യക്തികൾ ചേർന്ന് അല്ലെ. റൈറ്റ് ബ്രദേഴ്സ് ആണ് എന്ത് ചെയ്ത് എയറോപ്ലെയിൻ കണ്ടുപിടിച്ചത്. 1903 എയറോപ്ലെയിൻ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് ഒരൊറ്റ ഓപ്ഷനെ ബാക്കിയുള്ളൂ, മോണ്ട്ഗോൾഫർ ബ്രദേഴ്സ്. ഓക്കെ, മോണ്ട്ഗോൾഫർ ബ്രദേഴ്സ് ആണെന്ത് 1783 ഈ പറയുന്ന ഹോട്ട് എയർ ബലൂൺ കണ്ടുപിടിക്കുന്നത്. മോണ്ട്ഗോൾഫർ ബ്രദേഴ്സ് 1783 എന്ത് ചെയ്തു, ഹോട്ട് എയർ ബലൂൺ കണ്ടുപിടിച്ചു. ഓക്കെ, റൈറ്റ് ബ്രദേഴ്സ് എന്ത് ചെയ്തു, 903 എയർപ്ലെയിൻ കണ്ടുപിടിച്ചു. ഓക്കെ, ശരി, ആൻസർ എന്തായിരുന്നു, മോണ്ട്ഗോൾഫർ ബ്രദേഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാണ്. ഡാഷ് വാസ് നോട്ട് എ മെമ്പർ ഓഫ് ക്യാബിനറ്റ് മിഷൻ ഫോംഡ് ഇൻ 1946. 946 ഫോം ചെയ്ത ക്യാബിനറ്റ് മിഷനിൽ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആരായിരുന്നു മെമ്പർ അല്ലാത്തതെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം ക്യാബിനറ്റ് മിഷൻ നമ്മൾ പഠിക്കാതെ എന്ത് ചെയ്യില്ല, നമ്മൾ പൊളിറ്റിക്സ് നമ്മൾ കവർ ചെയ്ത് പോയില്ല അല്ലെ. SSGD മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ഓഗസ്റ്റ് ഓഫർ ക്യാബിനറ്റ് മിഷൻ ഒക്കെ എന്താ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഏരിയാസ് ആണ്. അപ്പൊ അതെന്ത് ചെയ്യരുത്, ഇതൊന്നും വിട്ടുപോകാൻ പാടില്ല. 3 ആൾക്കാർ എന്തിലുണ്ട്, ക്യാബിനറ്റ് മിഷനിലുണ്ട്. ആരൊക്കെയായിരുന്നു, സ്റ്റെഫോർഡ് ക്രിപ്സ്,
AB അലക്സാണ്ടർ, പെറ്റിക് ലോറൻസ്, ഇവര് 3 പേരായിരുന്നു എന്ത് ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്ന 3 അംഗ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ മെമ്പർ അല്ലാത്തവരാരാണ്? ഹെറോൾഡ് വിൽസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് അല്ലെ. ക്യാബിനറ്റ് മിഷനിലെ 3 മെമ്പേഴ്സ് ആരൊക്കെയായിരുന്നു? സർ സ്റ്റെഫോർഡ് ക്രിപ്സ്, AB അലക്സാണ്ടർ ആൻഡ് പെറ്റിക് ലോറൻസ് എന്ന് പറയുന്ന 3 വ്യക്തികളായിരുന്നു. ഉത്തരം എന്താണ്? നമ്മളുടെ ഉത്തരം എന്താണ്? ഹെറോൾഡ് വിൽസൺ. അതായത് ക്യാബിനറ്റ് മിഷനിലെ മെമ്പർ അല്ലാത്തത് ആരാണെന്നാണ് ചോദിച്ചത്. ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഹെറോൾഡ് വിൽസൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ഹൗ മെനി പെർമനന്റ് മെമ്പേഴ്സ് ആർ ദർ ഇൻ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ? യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ എത്ര പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദ്യം. നമുക്കറിയാം യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത് യുഎന്നിന്റെ അണ്ടറിലെ 6 പ്രിൻസിപ്പൽ ഓർഗൻസിലെ ഒരു വ്യക്തിയാണ്, സോറി ഒരു ഓർഗൻ മാത്രമാണ്. ഓക്കെ, യുണൈറ്റഡ് നേഷൻസിന്റെ അണ്ടറിൽ 6 പ്രിൻസിപ്പൽ ഓർഗൻസ് ഉണ്ട്. ഈ 6 പ്രിൻസിപ്പൽ ഓർഗൻസിൽ ഒരാളാണ് എന്ത്? ഈ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ അസംബ്ലി ഉണ്ട്, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഉണ്ട്, എക്കോസോക്ക് ഉണ്ട്. അങ്ങനെ പല പല രീതിയിൽ എന്തുണ്ട്? 6 പ്രിൻസിപ്പൽ ഓർഗൻസ് ആണ് മൊത്തം ഉള്ളത്. എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള 6 പ്രിൻസിപ്പൽ ഓർഗൻസിൽ ഒരാളാണ് അല്ലെ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരാളാണ് എന്തോ ഈ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ അഥവാ UNSC എന്ന് പറയുന്നത്. ഇതില് എത്ര പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് 10ഉം 5ഉം തമ്മിലാണ് അല്ലെ. 5ആണോ 10ആണോ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് അല്ലെ. ഉത്തരം ഇതാണ്, 5ആണ് എന്ത് നമ്പർ ഓഫ് പെർമനന്റ് മെമ്പേഴ്സ്. എന്താന്ന് വെച്ചാൽ 5ആണ്. നോൺ പെർമനന്റ് മെമ്പേഴ്സ്, നോൺ പെർമനന്റ് എത്രയാണ്? 10ആണ്. പെർമനന്റ് എത്രയാണ്? 5ആണ്. പെർമനന്റ് മെമ്പേഴ്സ് എത്രയാണ്? 5 പേരാണ്. നോൺ പെർമനന്റ് അഥവാ ടെമ്പററി മെമ്പേഴ്സ് എത്ര പേരെന്ന് വെച്ചാൽ 10 പേരാണ്. മാറിപ്പോരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. ഇപ്പൊ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചേക്കാം. പെർമനന്റ് എന്ന് പറയുന്നത് എപ്പോഴും കുറഞ്ഞ നമ്പർ ആയിരിക്കും, 5 പേരാണ്. നോൺ പെർമനന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഒരുപാട് ആൾക്കാർ, 10 പേര്. ഓക്കെ, അവരും എന്താണ് ഇലക്ഷന്റെ ഒക്കെ ബേസിസിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊക്കെ ആയിരിക്കും ഈ നോൺ പെർമനന്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അപ്പൊ 5 പെർമനന്റ് മെമ്പേഴ്സ് ആണുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. മഹാഭാരത ഈസ് റിട്ടൺ ബൈ ഡാഷ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. മഹാഭാരത ഈസ് റിട്ടൺ ബൈ ആരാണ്? വേദവ്യാസ അല്ലെ. മഹാഭാരത ഈസ് റിട്ടൺ ബൈ വേദവ്യാസ. കാളിദാസയാണോ? അല്ല. സൂർദാസയാണോ? അല്ല. തുളസിദാസാണോ? അല്ല. ഉത്തരം ഒന്നേ ഉള്ളൂ, വേദവ്യാസ അല്ലെ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അല്ലെ. ഏതൊരു മലയാളിക്കും അറിയാവുന്നതാണ് മഹാഭാരതം രചിച്ചത് ആരാണ്? അത് വേദവ്യാസനാണെന്ന് അല്ലെ. ഉത്തരം എന്താണ്? വേദവ്യാസ. ഓക്കെ, അപ്പോ നമ്മുടെ പ്രീവിയസ് ഇയർ സെക്ഷന്റെ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിന്റെ ബണ്ടിലുള്ള രണ്ടാമത്തെ സീരീസും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്ത സീരീസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. മൂന്നാമത്തെ സീരീസ് ആയിട്ട് നമ്മൾ ഇതൊരു സീരീസ് ആയിട്ട് ഈ പറയുന്ന GDക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യുന്ന ഒരു സീരീസ് ആണ്. അപ്പൊ എന്ത് ചെയ്യുക, സ്റ്റേ ട്യൂൺ. നല്ല അടിപൊളിയായിട്ട് വൃത്തിയിൽ പഠിച്ചു പോവാ, നോട്ട്സ് ഒക്കെ നല്ല പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്ത് പോവാ. എന്നും എന്ത് ചെയ്യുക, GK ആയതുകൊണ്ട് തന്നെ പറയട്ടെ, എന്നും ഈ പറയുന്ന എല്ലാ പോർഷൻസും ഒരു തവണയെങ്കിലും വായിച്ചു പോവാതിരിക്കാൻ മറക്കാം. ഓക്കെ, അപ്പൊ മറക്കാതിരിക്കുക. ഈ പറയുന്ന 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വൈഹാർട്ട് ആയെന്നും കൂടെ പറഞ്ഞ റിലേറ്റഡ് ഫാക്ട്സും കൂടി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഈ ടോപ്പിക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. മൂന്നാമത്തെ സീരീസ് ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ശരി, ബൈ.